ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വിസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു ക്വിസ് വീഡിയോയിലോട്ട് കിടക്കാം. പത്തനംതിട്ട ജില്ല രൂപീകൃതമായ വർഷം. ആൻസർ 1982 നവംബർ 1. തീർത്ഥാടന ടൂറിസത്തിന് പ്രശസ്തമായ ജില്ല ഏതാണ്? ആൻസർ പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ആൻസർ പത്തനംതിട്ട. പ്രാചീന കാലത്ത് പത്തനംതിട്ട ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഭരണം നടത്തിയ രാജവംശം ഏതാണ്? ആൻസർ പന്തളം രാജവംശം. റിസർവ് വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ പത്തനംതിട്ട. പത്തനംതിട്ടയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ കെ നായർ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം? ആൻസർ കോന്നി. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? ആൻസർ റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത്? ആൻസർ ചെറുകോൽപ്പുഴ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മാരാമൺ ഏത് താലൂക്കിലാണ്? ആൻസർ കോഴഞ്ചേരി. ശബരിമല ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പമ്പ. പരുമല ദ്വീപ് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ പമ്പ. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ തിരുവല്ല. ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ കൊടമൺ. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വർഷം ഏതാണ്? ആൻസർ 1935. വർഷത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ആൻസർ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ? ആൻസർ ശബരിഗിരി, മണിയാർ, കക്കാട്, മുഴയാർ. പത്തനംതിട്ട ജില്ലയിൽ കെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ആൻസർ തിരുവല്ല. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ തമിഴ്നാട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ല ഏതാണ്? ആൻസർ പത്തനംതിട്ട. മുഴയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ പത്തനംതിട്ട. കക്കാട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ പത്തനംതിട്ട. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്? ആറാമുള വള്ളംകളി. നീളത്തിൽ 3-ാം സ്ഥാനത്തിലുള്ള നദി ഏതാണ്? ആൻസർ പമ്പ. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആൻസർ പത്തനംതിട്ട. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ജില്ല ഏതാണ്? ആൻസർ പത്തനംതിട്ട. ഏത് നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്? ആൻസർ പമ്പ. മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്? ആൻസർ മാർത്തോമാ ചർച്ച്. മാരാമൺ കൺവെൻഷൻ ആദ്യമായി നടന്ന വർഷം? ആൻസർ 1895.
പടയണിക്ക് പ്രശസ്തമായ കടമ്മനിട്ട ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പത്തനംതിട്ട. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? ആൻസർ റാന്നി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും കമൻറ്റ് ചെയ്യാം. പുതിയ ഓഡിയൻസിന് അത് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേജിൽ കയറി നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോസ് ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.